കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവത്തിന് പെരുമ്പിലാവ് ആതിഥേയത്വമരുളുന്നു. അൻസാർ വിമൻസ് കോളേജിൽ ഫെബ്രുവരി 5 മുതൽ 9 വരെ കലാമേളം എന്ന പേരിൽ നടക്കുന്ന കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 വേദികളിലായി 106ഓളം ഇനങ്ങളിലായി 65 കലാലയങ്ങളിൽ നിന്നായി 3000-ലധികം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. ആദ്യമായാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ജില്ലാ കലോത്സവം ഒരു വുമൺസ് കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. വിപുലമായ ഒരുക്കങ്ങളാണ് അൻസാർ കോളേജിൽ നടക്കുന്നത്. മത്സരാർത്ഥികൾക്ക് താമസിക്കാനായി അൻസാർ കോളേജിൽ സൌകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ നടന്ന വ്യാപകമായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കലോത്സവം സമാധാനപരമായി നടത്തേണ്ടതിനായി സംഘാടക സമിതി ഹൈക്കോടതിയെ സമീപിച്ച് കൃത്യമായ സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. കലോത്സവ വേദികളും പരിസരവും 24 മണിക്കൂറും CCTV നിരീക്ഷണത്തിലാകും. അൻസാർ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് മത്സരാർത്ഥികൾക്ക് വേണ്ടിയുള്ള വൈദ്യസഹായം നൽകുക. ആംബുലൻസ് സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓഫീഷ്യൽസിനും വളണ്ടിയർസിനും ഭക്ഷണ വിതരണം കലോത്സവ നഗരിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. 5 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ സ്റ്റേജിതര മത്സരങ്ങളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ചയും സ്റ്റേജിന മത്സരങ്ങളുടെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 7 മണിക്കും നടക്കും. കലോത്സവത്തെ വിദ്യാർത്ഥി സൌഹൃദമാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളതെന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ PK ഷിഫാന, ജനറൽ സെക്രട്ടറി V സുഫിയാൻ, ജോൺ, സെക്രട്ടറി അനുഷ റോബി എന്നിവർ അറിയിച്ചു. കലോത്സവത്തിൻ്റെ പേര് വരുന്നത് കലാമേളം എന്ന പേരിലാണ്. നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ ഈ കൊല്ലത്തെ ഡി-സോൺ കലോത്സവം നമ്മൾ പേര് വെച്ചിട്ടുള്ളത് കലാമേളം എന്ന പേരിലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ തൃശ്ശൂർ ജില്ലാ കലോത്സവം തുടങ്ങുന്നത് ഫെബ്രുവരി 5 മുതൽ 9-ാം തീയതി നാളെ മുതൽ 9 വരെയുള്ള ഡേറ്റുകളിലാണ്. നമ്മൾ അൻസാർ വുമൻസ് കോളേജ് പെരുമ്പിലാവിൽ വെച്ച് നമ്മൾ അരങ്ങേറ്റം തുടങ്ങുന്നത്. നമ്മൾ ഒരു പ്രത്യേകിച്ച് ഇതിൽ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വുമൻസ് കോളേജിൽ വെച്ചിട്ട് നമ്മളൊരു ഡി-സോൺ കലോത്സവം അല്ലെങ്കിൽ ഒരു ജില്ലാ കലോത്സവം നമ്മൾ തുടക്കം കുറിക്കുന്നത്.